ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യം, തൻ്റെ നിറത്തെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം ഒരാൾ നടത്തിയതിനെക്കുറിച്ച് നടത്തിയ അല്ലെങ്കിൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. സ്വാഗതം ശ്രീമതി ശാരദാ മുരളീധരൻ. ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഉണ്ടായത്. ശരിക്കും ഇങ്ങനെ ഒരു പരാമർശം നടത്തി അത് കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഉള്ളിൽ തോന്നിയത്? ആദ്യം ഇതത്ര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അങ്കലപ്പായിരുന്നു. പിന്നെ മനസ്സിൽ തോന്നി ഇത് ആക്ച്വലി വ്യക്തിയിലുണ്ടാകുന്ന ഒരു പരാമർശത്തിനപ്പുറത്ത് നമ്മുടെ എല്ലാവരും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ഒരു മനോഭാവത്തിൻ്റെ പ്രതിഫലനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് കോൾ ഔട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നി. ശ്രീമതി ശാരദാ മുരളീധരൻ, ഇപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇത്തരം ഇകഴ്ത്തലുകളോ അത് പലവിധ കാര്യങ്ങളാകാം, ശരീരത്തിൻ്റെ മാത്രമല്ല സാഹചര്യങ്ങളുടെ ഒക്കെ, അങ്ങനെ പലവിധ ഇകഴ്ത്തലിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. പലർക്കും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്ക് ഒരുപക്ഷെ അതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളുമാകും. ചീഫ് സെക്രട്ടറി എന്നൊരു പദവിയിൽ ഇരിക്കുമ്പോൾ പോലും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു. അത് തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സിന് തീർച്ചയായും ആദരവുകൾ അർപ്പിക്കുകയാണ്. അത് ഒരുപക്ഷെ നമ്മൾ സിനിമാ മേഖലയിൽ പലയിടങ്ങളിലും പലപ്പോഴെങ്കിലും ഒക്കെ ചിലർ കുറച്ചെങ്കിലും ഈ വേദന തള്ളി വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും പ്രതികരണം കണ്ടിട്ടുണ്ട്. ഇതൊരു അനിവാര്യമായ പ്രതികരണമായിരുന്നു അല്ലെങ്കിൽ നേരത്തെയുള്ള അനുഭവങ്ങൾ കുറച്ച് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴൊക്കെ പറയേണ്ടതായിരുന്നു എന്നുകൂടി തോന്നിയിട്ടുണ്ടോ? കാരണം ആ തിരിച്ചറിവുകൾ നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ലാതെ പോകുന്നത് കൊണ്ട്. അല്ല, ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് എൻ്റെ നിറം മാറുന്നില്ലല്ലോ. അപ്പം ഈ നിറത്തിനെ തന്നെ കണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന പലരും ഉണ്ട്. ഇതിപ്പം എൻ്റെ നിറം ഒരു യാഥാർത്ഥ്യമാണ്. ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ മനോഭാവത്തിലും ഒന്നും ഒരു മാറ്റം വരുന്നില്ല. വരുന്നത് പ്രധാനമായിട്ടും എന്താണ്, ഒരു പക്ഷേ പറയാതിരിക്കും, നമ്മുടെ അടുത്ത് സൂചിപ്പിക്കാതിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ പരിവേഷത്തിൽ അതിൻ്റെ ഒരു അനുഭവം ഇല്ലാതിരിക്കുകയായിരിക്കും. ഇതും അങ്ങനെയല്ല. ഇപ്പം ഔദ്യോഗികമായിട്ടുള്ള ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പരാമർശം എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ കൊണ്ടുവരുമ്പോഴത്തേക്കും ബേസിക്കലി ചെയ്യുന്നത് എന്താണ്, കറുപ്പ് എന്നുള്ളൊരു നിറത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം ആയിട്ടും കൂടി ഒക്കെ ഇത് കൺഫ്ലിക്റ്റ് ചെയ്ത് കാണുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ പ്രശ്നം എന്ന് പറയുന്നത് ബേസിക്കലി കറുപ്പ് എന്നുള്ളതിൻ്റെ അസോസിയേഷൻ, അത് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് വരുന്ന ഒരു അസോസിയേഷനായിട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബന്ധമാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം. കറുപ്പ് എന്നുള്ളതിൻ്റെ അസോസിയേഷൻ പോസിറ്റീവ് ആക്കാൻ പറ്റുമോ? ആക്ച്വലി നമുക്കതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ മാറ്റിയെടുക്കുമ്പോഴാണ് ഈ നിറം, ഈ കറുപ്പ് നിറം ആയിട്ടുള്ളവർ, കുറച്ച് ഡാർക്കായിട്ടുള്ളവർക്ക് ഈ നിറം മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അസോസിയേഷൻസും പോസിറ്റീവ് ആകുമ്പോൾ നമ്മളിതിൻ്റെ അകത്ത് നമ്മളിൽ തന്നെ സൗന്ദര്യം കാണാനായിട്ട് കഴിയുന്നു, നമ്മളിലൊരു വാല്യൂ കാണാനായിട്ട് കഴിയുന്നു. ഇപ്പം പ്രശ്നമുള്ളവർ കറുത്ത മനസ്സ് എന്ന് പറഞ്ഞാൽ അതെന്തോ പ്രശ്നമാണ്. കറുത്ത ഹൃദയം, കറുത്ത മനസ്സ്, കറുത്ത ചിന്ത, ഇതൊന്നും പോസിറ്റീവല്ല. ഇതിനൊക്കെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ നിറം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയിൽ ഒതുങ്ങുന്നതല്ല, അത് നമ്മുടെ പല തലത്തിലും അത് ബാധിക്കുന്നു. അങ്ങ് പറഞ്ഞ ആ പോസിറ്റീവായിട്ടുള്ള കാര്യം, നേരത്തെ നമ്മൾ ഈ വാർത്ത വന്ന സമയത്ത് MLA KK രമയുമായി സംസാരിച്ചിരുന്നു, അവരുടെ പ്രതികരണം. അപ്പോൾ MLA പറഞ്ഞൊരു കാര്യമാണ്, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല, നമ്മൾ ഒരു പ്രതിഷേധമായിട്ട് കാണിക്കുന്നതും കരിങ്കൊടിയാണ്. ഈ കരിങ്കൊടി കാണിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കരിങ്കൊടി കാണിക്കുമ്പോൾ തന്നെ അതെന്തോ മോശമാണ് എന്ന ചിന്തയാണ്. കറുപ്പിന് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട്, അതിനെ ആ വ്യാപ്തിയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് കൂടി നമ്മൾ വരണം. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ അദ്ദേഹം സൂചിപ്പിച്ച കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്ന് പണ്ടുമുതലേ നമ്മൾ കേൾക്കുന്നു. തിരിച്ചുള്ള ചോദ്യം വരാറുണ്ടോ എന്നാണ്. അപ്പോൾ
ഈ ഒരു നിറത്തിനോട് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും തോന്നുന്നതിൻ്റെ ഒരു പ്രശ്നം അത് ചെറിയൊരു കാര്യമല്ല അല്ലേ, നമ്മൾ ഒരുപാട് മനസ്സ് മാറ്റിയെടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ നിറത്തിൻ്റെ കാര്യത്തിൽ, ഈ ശരീരത്തിൻ്റെ നിറത്തോടൊപ്പം ഈ കറുത്ത അല്ലെങ്കിൽ നിറമുള്ള ആൾ, അവരുടെ എഫിഷ്യൻസി, അവരുടെ ഇൻറ്റഗ്രിറ്റി, ഈ കാര്യങ്ങളിലൊക്കെ ആളുകൾ ബന്ധപ്പെടുത്തി ആ രീതിയിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് സമീപനം ഉണ്ടാകാറുണ്ടോ? അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലെങ്കിലും സാധാരണ നിലയ്ക്ക് നമ്മളത് ആ രീതിയിലല്ല ഇത് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മളുടെ അനൗപചാരികമായിട്ടുള്ള സ്പേസുകളിലാണ് കൂടുതലും നിറത്തിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മുടെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിൽ, നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ വെക്കുന്നതിൽ, സൗന്ദര്യബോധത്തിന്. ഇപ്പം ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി തന്നെ കുറച്ച് അധിക്ഷേപം തോന്നുന്ന ഒരു തരത്തിലോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽസിനെയൊക്കെ അത് ബാധിക്കാറുണ്ട്. അപ്പം ഒരേപോലെ നിൽക്കുന്നവരിൽ കറുപ്പും വെളുപ്പുമായിട്ടുള്ളവർ ടെൻഡൻസി ടു ലുക്ക് അറ്റ് എ പേഴ്സൺ ഹൂ ഇസ് വൈറ്റ്. ഇപ്പം നിറമുള്ള ഒരാളിനെ ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്നു. ഇപ്പം പലരും അഭിപ്രായം പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതിപ്പം രണ്ട് കാര്യം, സ്ത്രീ ആകുമ്പോഴത്തേക്കും അഭിപ്രായം ഒന്ന് കൺവേ ചെയ്ത് കിട്ടാൻ തന്നെ പ്രയാസമാണ്. കറുപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തോ അദൃശ്യമായിട്ട് കൂടി മാറുന്ന ഒരു സംഗതി ഉണ്ടാകാറുണ്ട്. ഇതിപ്പം ഔദ്യോഗിക പരിവേഷത്തിലല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കോണ്ടെക്സ്റ്റിലും കാണുന്ന ഒരു കാര്യം. ഒരു കാര്യം ചോദിച്ചോളൂ, ഇപ്പോൾ ഇത് നമ്മൾ ഈ കറുപ്പും വെളുപ്പുമുള്ള ചർച്ചയ്ക്കപ്പുറം ഒരുപക്ഷെ ഈ ആളുകളുടെ തമ്മിലുള്ള താരതമ്യപ്പെടുത്തൽ അത് നമുക്ക് പൊതുവെ ഉള്ളതാണ്. എന്ത് വിഷയത്തിലും അയാളെ പോലെയല്ല ഇയാളെ പോലെയല്ല. ഇപ്പോൾ വീടുകളിൽ, കുട്ടികളിൽ തന്നെ അല്ലേ, മൂത്തയാൾ നല്ല ആക്റ്റീവ് ആണെങ്കിൽ ഇളയാൾ കുറച്ച് സൗമ്യ പ്രകൃതി, എന്തുകൊണ്ട് അതേപോലെ ആകുന്നില്ല? അപ്പോൾ അത്തരം താരതമ്യ സ്വഭാവം നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. അത് കുടുംബങ്ങളിൽ പോലും അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക്, നിറത്തിനപ്പുറത്തേക്കുള്ള ഒരു ചർച്ച കൂടി, അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മളെല്ലാവരും മാറേണ്ടതിൻ്റെ കൂടി സൂചനയായിട്ട് ഇപ്പോൾ ഈ വിവാദമായി മാറിയെങ്കിൽ ഇതിനെ കണക്കാക്കാം. തീർച്ചയായും ഇപ്പം ആ പറഞ്ഞതിലെ ശരി വളരെ വലുതാണ്. കാരണം ഈ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ മനസ്സുകളിലുമൊക്കെ തന്നെ ഒരു ഹോമജനൈസേഷൻ, ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക, എല്ലാവരും ആ സ്റ്റാൻഡേർഡായിട്ട് അതിനകത്തോട്ട് കടന്നു വരിക. അപ്പോൾ അതൊരു ബോഡി ടൈപ്പ് ആകാം, ഒരു സംസാര രീതിയാകാം, അതൊരു പ്രവർത്തനത്തിൻ്റെ ഒരു തരം പ്രവർത്തനത്തിൻ്റെ മികവാകാം. ഇത് മാത്രമേ ശരിയുള്ളൂ. ഇതാണ് എല്ലാവരും വരേണ്ടത്. എല്ലാവരും എൻജിനീയറിംഗ് കയറണം അല്ലെങ്കിൽ ഡോക്ടറാകണം എന്ന് പറയുന്നതിൻ്റെ പിന്നാലെയും ഈ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഈ ഹോമജനൈസേഷൻ്റെ അപ്പുറത്തേക്ക് നമ്മളാക്കുന്നത് നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. നമ്മളൊരു സ്പീഷീസ് എന്ന നിലയ്ക്ക് തന്നെ നമ്മുടെ ഒരു സർഗാത്മകത എന്നുള്ളത് നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. ആ ഡൈവേഴ്സിറ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ ഇല്ലാതാക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് ആ ഡൈവേഴ്സിറ്റിയിൽ ഓരോ ഘടകത്തിനെയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും കാണാനും ആസ്വദിക്കാനും സാധിക്കണം. അപ്പോൾ ഇങ്ങനെ പരാമർശം നടത്തിയ വ്യക്തി ഏതായാലും ഒരുപക്ഷെ നിറം കൊണ്ട്, അല്ലെങ്കിൽ അവർ കരുതുന്ന പോലെ ചിലപ്പം വെളുത്ത ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. പക്ഷേ ഈ പൊതുവെ ആളുകൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരം തൊലി വെളുത്തിരിക്കണം, എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ മുടി കറുത്തിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മുടി കറുത്തിരിക്കുകയും ശരീരം വെളുത്തിരിക്കുകയും ചെയ്യുന്ന ഇതിനകത്തൊരു വൈരുദ്ധ്യവും അല്ലെങ്കിൽ അതിനകത്തൊരു പൊള്ളത്തരമുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം എൻ്റെ പോസ്റ്റിൽ മുടി കറുത്തിരിക്കുന്ന മുടി യുവത്വത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതും കൂടി ഒന്ന് പരാമർശിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് വേണ്ടാന്ന് വെച്ചതാണ്, കൂടിപ്പോയി കൂടുതലാക്കണ്ടെന്ന് വെച്ചിട്ട്. അത് കണ്ടില്ലേ, ഇപ്പം കറുപ്പിനെ അപ്പോൾ യുവത്വമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ലിങ്ക് ചെയ്യുന്നില്ല? മുടി കറുത്താണെങ്കിലാണ് നമ്മളൊരു യുവത്വം നമുക്ക് തോന്നുന്നത്.
കറുപ്പിക്കാനായിട്ടുള്ള ഡൈയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും കറുപ്പ് എന്നുള്ളൊരു കളറ് നമ്മൾ യുവത്വമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നില്ല. ഈ നിലവിൽ കേരളത്തിലെ ഇപ്പോൾ പല ഇടങ്ങളിൽ നമ്മൾ ഈ അടുത്ത കാലത്താണ് കലാരംഗത്ത് നിന്ന് അല്ലെ നൃത്തരംഗത്ത് നിന്ന് ഇതുപോലെ നിറവുമായി ബന്ധപ്പെട്ട് വളരെ നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നപ്പോൾ ആ പ്രതികരണം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാകില്ല അല്ലേ, അതിൽ നിന്ന് ആളുകൾ തിരുത്തലുകളിലേക്ക് വരുമെന്നാണ്. പക്ഷെ അതാ വീണ്ടും ഇങ്ങനെയൊരു സംഭവം. ഇത് അങ്ങനെ പെട്ടെന്ന് മാറാൻ വഴിപ്പെടുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഈ മനസ്ഥിതിയുമായി തുടർന്ന് തന്നെ പോകാനിടയുണ്ട് എന്നാണോ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുന്നത്, അതോ ശുഭപ്രതീക്ഷയിൽ മാറട്ടെ എന്നാണ്? അല്ല, ഇതിലൊക്കെ ആശ്ചര്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെ മനുഷ്യന് തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിലാണ് എനിക്ക് അതിശയം. കാരണം നമ്മൾ ഇന്നും നമ്മുടെ എല്ലാ അഡ്വർടൈസ്മെൻറ്റും നോക്കൂ, നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ആ സ്റ്റാൻഡേർഡ് ഇന്നും അതിൻ്റെ അകത്ത് കറുപ്പ് ഒരു ഭാഗമല്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ കറുപ്പിനെ അഭംഗിയായിട്ടോ അല്ലെങ്കിൽ ഭംഗി കുറവായിട്ടോ കാണുന്ന ഒരു സമൂഹത്തിൻ്റെ അകത്ത് അത് ആരെങ്കിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അതിശയപ്പെടുന്നത്? ഇത് നമ്മുടെ സ്വഭാവമല്ലേ, അത് തുറന്നു പറയാനായിട്ട് ചിലർ മുതിർന്നു എന്നുള്ളതല്ലേ വരുന്നുള്ളൂ. എത്രയോ പേര് അത് ചിന്തിക്കുന്നു. നമ്മളുടെ വീടുകളിൽ നമ്മളിത് ചിന്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ കറുത്ത മനുഷ്യരുടെ മനസ്സിനകത്ത് അത് കടന്നു വന്നിട്ടുണ്ടല്ലോ, നിറക്കുറവ് ഒരു പ്രശ്നമാണെന്നുള്ളത്. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ കറുപ്പിൻ്റെ അകത്തുള്ള ഭംഗി നമുക്ക് കണ്ടെത്തണം. തീർച്ചയായും കറുപ്പിന്റെ ഭംഗി നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ വിദേശത്ത് പരിശീലനങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ കോഴ്സ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഒരു ശരിക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനുഭവമായി മാറുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഇത് കൂടുതലായിട്ട്, നമ്മുടെ നാട്ടിൽ ഇത് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള കേരളത്തിൽ കുറച്ചും കൂടി അപ്രത്യക്ഷമാണ്. അത്ര പച്ചയ്ക്ക് നമ്മൾ പറയാറില്ല. കേരളം വിട്ട് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ കുറേ കൂടി ഓപ്പൺ ആയിട്ടാണ്. കാരണം അതിൻ്റെ അകത്ത് ഈ വാല്യൂ കണക്റ്റേഷൻ പ്രശ്നകരമാണ് എന്നുള്ളൊരു തോന്നലില്ലാത്തത് കൊണ്ട് കുറേ കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കും. കേരളത്തിൻ്റെ അകത്ത് ഒന്നില്ലെങ്കിലും ഇതിനകത്തൊരു വാല്യൂ കണക്റ്റേഷൻ ഉണ്ടെന്നും അത് പ്രശ്നമാണെന്നും ഉള്ള ചിന്ത പലരുടെയും നാവിനെ നിയന്ത്രിക്കുന്നുണ്ട്. ശരിയാണ്. പറഞ്ഞപ്പോൾ രജു പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം അത് ലോകവ്യാപകമായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യവർദ്ധക ബ്രാൻഡ് അവരുടെ പേര് തന്നെ മാറ്റുന്നു. കാരണം ഈ ഒരു ശരിയായ കൺസെപ്റ്റിലല്ല അവരുടെ പേര് ഇത്രയും കാലം പോയിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവരുടെ പേരിനെ മാറ്റുന്നു. അപ്പോൾ ലോകത്ത് മുഴുവനുള്ള ഒരു സവിശേഷമായ, ഇപ്പോൾ ബ്രിട്ടീഷുകാരെ വെച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും കറുത്തവരാണ്. നമ്മളിവിടെ വെളുപ്പ് എന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ദുരഭിമാനം കൊണ്ടുനടക്കുന്നവരെല്ലാവരും കറുത്തവരാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച്. അപ്പോൾ അതെല്ലാം ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുവെന്നാണ്. മറ്റൊരു കാര്യം കൂടി ഇതിലുള്ളത്, മുൻഗാമിയുമായിട്ടുള്ള താരതമ്യം. അതിപ്പോൾ സ്ത്രീയും പുരുഷനും എന്ന വ്യത്യാസം കൊണ്ടാണോ, ഈ നിറം കൊണ്ടുള്ള വ്യത്യാസമാണോ, അതോ ഒരു കുടുംബത്തിൽ ഭർത്താവിന് മുകളിൽ ഭാര്യ ആകരുത് എന്ന നമ്മുടെ പഴയ കാലത്തുള്ള ചിന്തയുടെ കൂടി പ്രതിഫലനമാണോ? അങ്ങനെയും കൂടി ഇതിനെ വായിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിന് പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ട്. അദ്ദേഹം ഒരു രീതിയിലാണ് ചീഫ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മൾ ഇത് വരുമ്പോഴത്തേക്കും ഒരു പ്രീഡിസസർ സക്സസർ വരുമ്പോഴും എപ്പോഴും താരതമ്യപ്പെടുത്താറുണ്ട്. എങ്കിലും ഈ ഭാര്യയും കൂടി ആകുമ്പോഴത്തേക്കും ആ താരതമ്യത്തിൻ്റെ മൂർച്ച കുറച്ച് കൂടും. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പീരീഡ് എല്ലാവരും വളരെ സന്തോഷത്തോടും നല്ല ഓർമ്മകളോടും കൂടിയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഈ പുറകെ വരുന്ന ആൾ അതിൻ്റെ ഒരു തുടർച്ചയും കൂടി ആവണല്ലോ. വീട്ടിലെ പെണ്ണുങ്ങളല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ചയാവണല്ലോ എന്നുള്ളൊരു ധാരണ വന്നു പോകും. അപ്പോൾ അങ്ങനെയല്ല, ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള
ഒരു സമീപനമാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അത് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എന്തായാലും അങ്ങ് ഇത്രയും ശക്തമായി ഒരു നിലപാട് അറിയിച്ചത് കുറച്ചു കാലത്തേക്കെങ്കിലും അങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തെ ഒറ്റ ഒരു കാര്യം കൂടെ, ഇതിപ്പോ ഈ ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരാളിനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്രയോ അധികം പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും ഇതിന്റെ പേരിൽ വലിയൊരു കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? നിറം മാത്രമല്ല, അതെ, പല കാര്യങ്ങളും അതിൽ ഈ നിറത്തിന്റെ പേരിൽ പോലും, നിറം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യവുമല്ലാത്ത, ഒരു മനുഷ്യന്റെ കഴിവിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കാര്യവും ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ പോലും നമ്മളിങ്ങനെ കാണുമ്പോൾ അതിൽ ഒരു വലിയ കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഇഷ്ടം പോലെയുണ്ട്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെ, നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ യുണീക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ വ്യത്യാസങ്ങളിൽ നമ്മൾ തന്നെ അത് ആസ്വദിക്കണം, അത് ഇഷ്ടപ്പെടണം, അതിൽ അഹങ്കരിക്കണം. നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ആ വ്യത്യാസങ്ങൾ തന്നെയാണ്. ആൻഡ് ഈ വ്യത്യാസത്തിന് വേണ്ടി ആരോടും മാപ്പ് പറയേണ്ടതില്ല. നമുക്ക് നമ്മുടെ അഭിമാനം, നമ്മുടെ സെൽഫ് വർത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. നമ്മളായിരിക്കുക, നമ്മുടെ വൈവിധ്യത്തിൽ നമ്മൾ അഭിമാനിക്കുക, അതിൽ അഹങ്കരിക്കുക. അതാണ് അതിന്റെ ട്രൂ സ്പിരിറ്റ്. അതെ, അപ്പോൾ അത് അത്ര ആത്മാഭിമാനത്തോടെ കൊണ്ടു നടക്കാൻ കഴിയട്ടെ. എന്തായാലും ഈ വാക്കുകൾക്ക്, ഈ തുറന്നു പറച്ചിലുകൾക്ക് ഒരുപാട് നന്ദി. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തെ നമുക്കറിയാം. അതുകൊണ്ട് കുറച്ച് മാസങ്ങളെങ്കിലും ഇത്തരം ചിന്തകൾ വരുന്നവർ ആ ചിന്ത തെറ്റാണെന്ന് സ്വയം തിരിച്ചറിയട്ടെ. വീണ്ടും അവർ പഴയ പോലെ ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ പോലും കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ അങ്ങയുടെ വാക്കുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നേ.